ഒരു ഉച്ചസമയത്ത് കരിപ്പുഴ തോടിന്റെ കരയിൽ വഞ്ചി ഒതുക്കിയ കൊണ്ടിരുന്ന കടത്തുകാരൻ ഈനാശുവിനെ മറുകരയിൽ നിന്ന് ഒരു വൃദ്ധ വിളിക്കുന്നു. ചേട്ടിക്കുളങ്ങരയിലേക്ക് പോയി വരാൻ സഹായിക്കണം എന്ന അഭ്യർത്ഥനയെ വിസമ്മതിക്കാതെ അവിടെ എത്തിച്ചു. വിശ്രമിക്കവേ വൃദ്ധ ആഞ്ഞിലി മരച്ചുവട്ടിൽ ഇരുന്നു. ഈനാശു മറ്റൊരു മരച്ചുവട്ടിൽ മയങ്ങി വീഴുന്നു. ഉണർന്നപ്പോൾ സ്ത്രീയെ കാണാനില്ല. പരിഭ്രമിച്ച ഈനാശു ഈ വിവരം അടുത്തുള്ള ഉരമേച്ചിൽ നടക്കുകയാണ്. അപ്പോൾ അപരിചിതയായ വൃദ്ധ അവിടെ എത്തി ഭക്ഷണം ആവശ്യപ്പെടുന്നു. ഗൃഹനാഥൻ ഭക്ഷണം നൽകി. ഭക്ഷണം കഴിച്ചതിനു ശേഷം വൃദ്ധ കുളത്തിലിറങ്ങി മുഖം കഴുകി വടക്കോട്ടേക്ക് പോകുന്നു. ആ രംഗം നോക്കിയിരുന്ന അന്തർജനം ഒരു പ്രകാശം ഉയർന്ന് സ്ത്രീ അപ്രത്യക്ഷമാകുന്നത് കാണുന്നു. അവൾ ഭയന്ന് ബോധം നഷ്ടപ്പെടുന്നു. ശേഷം വിഷയത്തിൽ ജ്യോതിഷൻ മങ്കുഴി കണിയാർ ആലോചിച്ചപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഭഗവതിയുടെ സാന്നിധ്യം ഇവിടെ എത്തിക്കപ്പെട്ടതായി മനസ്സിലാകുന്നു. രാജാവ് ഇരവിമാർത്താണ്ഡവർമ്മൻ ക്ഷേത്ര നിർമ്മാണത്തിന് ഉത്തരവിടുകയും അത്ഭുതകരമായ കുംഭാരണി മഹോത്സവം ആരംഭിക്കുകയും ചെയ്യുന്നു. ചേട്ടിക്കുളങ്ങര ഭഗവതി വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും പ്രതീകം. ചേട്ടിക്കുളങ്ങര അമ്മേ ശരണം.